അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. കുളംകുടം ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോൾ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നെടുത്ത് കല്യാണം. അസ്സലാമലൈക്കും. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വൈറലാവുകയും അതിനപ്പുറം എയറിലാവുകയും ചെയ്ത സോജനച്ചായനെയും സോജനച്ചായന്റെ സ്വന്തം ആതിരയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ആ ഇന്റർവ്യൂവില് എല്ലാ ചോദ്യത്തിനും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് മുതൽ അദ്ദേഹം ഇപ്പൊ എയറിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നത്. അമ്മയുടെ ചികിത്സയ്ക്കെന്നും പറഞ്ഞിട്ട് പിരിവെടുത്ത ക്യാഷാണ് ഇദ്ദേഹം ഈ ദൂർത്തടിച്ച് ചെലവാക്കി കളയുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഒരുപാട് കമന്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ കല്യാണം വന്നത്, അപ്പോൾ അതിനെല്ലാമായിട്ടുള്ളൊരു മറുപടി, അതാണ് ഈ കല്യാണം ഇത്രയ്ക്ക് വിവാദമാവാനും കാരണം. അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. പലരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും. നമ്മുടെ സ്വന്തം അച്ചായനും അച്ചായന്റെ ആതിരക്കുട്ടിയും വെൽക്കം ടു അവർ ഷോ. എന്താണ് കല്യാണമൊക്കെ ആദ്യം കൺഗ്രാറ്റ്സ്. എല്ലാവിധ എന്താ പറയുക, നവദമ്പതികൾക്ക് എല്ലാവിധ മംഗളാശംസകളും എങ്ങനെ എന്താണ് കല്യാണമൊക്കെ ആയിട്ട് എന്തെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു? എവിടെ? ഞങ്ങളുടെ ട്രിപ്പ് ഇന്നലെ കഴിയുള്ളൂ. അമ്പലത്തിൽ വീട്ടിലേക്കും പിന്നെ എന്നും പറയാം എമ്പുരാൻ കാണാൻ വേണ്ടി. ഇന്നത്തെ മെയിൻ വിശേഷം അതാണ്. എന്നിട്ട് എന്താണ് എമ്പുരാൻ കണ്ടിട്ട്? കുളംകുളപ്പില്ല. ഓക്കെ, അടിപൊളി. ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത്? ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് എന്താ പറയാ, ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ സംസാരിച്ചതാണ്, പെട്ടെന്നാണ് അറിയുന്നത് ഇതേ കല്യാണം കഴിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു? എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഇവിടെ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, അതേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഈ അച്ചായൻ പറയുന്നത്. ഇദ്ദേഹം ആണെങ്കിൽ ഹണിമൂണിന് മൂന്നാറിൽ പോകുവാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ചെയ്തായിരുന്നു, ഒരു വീഡിയോ റീലെടുത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അതിനിടയിൽ വന്ന ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ, വിവാദങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള കാരണം അതൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആഡംബരങ്ങളൊക്കെ കാണിക്കാന്, 1 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു മനുഷ്യൻ ഇത്രയും ആഡംബരമൊക്കെ കാണിക്കാൻ അതിനൊക്കെ ക്യാഷ് എവിടുന്നാണ്? ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയ ക്യാഷാണ് ഇതെല്ലാം എന്നും പറഞ്ഞിട്ടാണ് ജനങ്ങൾ ഇത്രയും കമന്റിനകത്ത് വന്നിരിക്കുന്നത്. കമന്റിൽ പറയുന്നത് ഇങ്ങനെ കേട്ടോ, ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട്ടുകാരിൽ നിന്ന് പിരിച്ച ക്യാഷ് കൊണ്ടാണ് അദ്ദേഹം ദൂർത്തടിച്ച് നടക്കുന്നതെന്നും, പിന്നെ ഈ BMW-നകത്ത് ട്രിപ്പ് പോവാൻ, മൂന്നാർക്ക് ട്രിപ്പ് പോവാനൊക്കെ നല്ലൊരു തുകയൊക്കെ വേണം. അതിനൊക്കെ ക്യാഷ് എവിടുന്ന? അത് ഈ പിരിഞ്ഞു കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഈ ട്രിപ്പ് പോകുന്നത് എന്നൊക്കെയാണ് ഈ കമന്റിനകത്ത് വന്നിരിക്കുന്നത്. ഈ ജനങ്ങൾ ഒരാളോ രണ്ടുപേരോ എന്നല്ല, ഒരുപാട് പേര് ആ ഒരു കമന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ക്യാഷിന്റെ കാര്യം ചോദിക്കുമ്പോ എല്ലാം അതിന് കൃത്യമായിട്ട് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. കേട്ടിട്ടുണ്ട്. അമ്മയുടെ ചികിത്സക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. അതായത് ഇപ്പൊ ഈ കളവംകുടം ക്ഷേത്രത്തില് ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നെടുത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ തന്ന പൈസകൾക്ക് ഒത്തിരി പേര് പൈസ തന്നിട്ടുണ്ട്. തന്ന എമൗണ്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 1 രൂപ തൊട്ട് 100 രൂപ വരെ തന്നവരും 10,000 തന്നവരൊക്കെ ഉണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ എമൗണ്ട് വന്നത് 1, 2, 3 പേര് മാത്രമേ ഉള്ളൂ. ഈ അച്ചായൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്യാഷൊക്കെ കിട്ടിയിട്ട് അമ്മയുടെ ചികിത്സക്കെന്നും പറഞ്ഞിട്ട് നാട്ടുകാരിൽ നിന്ന് പിരിവൊക്കെ ഇട്ട് ഈ ക്യാഷ് കിട്ടിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ അമ്മയാണെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വരാൻ ഒരു 6 ലക്ഷം രൂപയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ ഇട്ടിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ക്യാഷ് ദൂർത്തടിക്കുന്നു, BMW കാണിക്കുന്നു, പിന്നെ മൂന്നാറിലേക്ക് ട്രിപ്പ് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ദൂർത്തടികളാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ആണെങ്കിൽ എല്ലാവർക്കും, അതായത് ഈ ക്യാഷ് തന്നവർക്ക് ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാക്കും. ക്യാഷ് എന്ന് പറഞ്ഞാൽ അവരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ക്യാഷാണ് നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു ഉത്കണ്ഠ കാണും. നമ്മൾ കൊടുത്ത ക്യാഷ് കൊണ്ടാണോ അവന് ഈ കിടന്ന് അടിച്ചു പൊളിക്കുന്നത്, ആർമാദിക്കുന്നത് എന്നുള്ളൊരു ഉത്കണ്ഠ എന്തായാലും ക്യാഷ് തന്നവർക്ക് ഉണ്ടാകും. ഈ കഴിഞ്ഞ 11-ാം തീയതിയോ 12-ാം തീയതി മറ്റോ ലാസ്റ്റ് ഡേറ്റ് തന്നിരുന്നു ബില്ലിന്റെ ബാക്കി അടയ്ക്കാനായിട്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഞാൻ, എക്സ്പെഷ്യലി അമ്മയ്ക്ക് 15 ദിവസത്തെ മരുന്നിന് വേണ്ടിയിട്ട് വേണ്ടത് 15,500 രൂപയാണ്. ഒരു മാസം എനിക്ക് വേണ്ടത് 33 രൂപ ഒരു മരുന്നിന്. പിന്നെ വേണ്ടത് ഒരു ബഞ്ച് ഓഫ് മരുന്നിന്റെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരും ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. പിന്നെ ഒരമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്മയുടെ മകന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ദയാദാക്ഷിണ്യം വേണമെന്ന് പറയുന്നത് ശടിക്കുന്നതൊക്കെ വെറുതെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടാത്ത തരം ചിന്തകളാണ്.
പൈസ തന്നു, വാങ്ങിച്ചു, ചിലവാക്കി. അതിനുശേഷം ഞാനത് തന്നത് നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പേച്ച തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചോദിപ്പിച്ചവർ ഇപ്പം എൻ്റെ കൂടുതലില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ചികിത്സയ്ക്ക് നാട്ടുകാരുടെ അടുത്ത് ക്യാഷ് ചോദിക്കുന്നതിനോ വാങ്ങുന്നതിനോ അതൊന്നും ഒരു തെറ്റായ കാര്യമല്ല. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും. അത് ജനങ്ങൾ കൈയഴിഞ്ഞിട്ട് തന്നെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര രൂപ കിട്ടിയെന്നോ എത്ര രൂപ ചെലവായെന്നോ അല്ലെങ്കിൽ ബാലൻസ് എത്രയുണ്ടെന്നോ ഒക്കെ അതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടതും ഒരു കടമയുണ്ട്. അതും കൂടി ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ക്യാഷ് ഇട്ടുന്നവർക്ക് അത് തീർച്ചയായിട്ടും അറിയേണ്ട ബാധ്യതയുണ്ട്. ഈ ഒരു മാസം ആയപ്പോഴേക്കും കല്യാണം കഴിക്കുന്നു, പുതിയ കാർ വാങ്ങുന്നു, മൂന്നാറിന് ട്രിപ്പ് പോകുന്നു, ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ക്യാഷ് ഇട്ട് തന്നവർക്ക് ഒരു സംശയത്തിന് അത് സാഹചര്യം ഒരുക്കുവാണ് നിങ്ങൾ. അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ട ക്യാഷാണ് അത് ഇട്ട് തന്നത്. അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ 6 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് കേട്ടപ്പോഴാണ് എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചത്. അത് അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി ബാലൻസ് ക്യാഷ് ഉണ്ടെങ്കിൽ പോലും അത് അമ്മയുടെ ആവശ്യങ്ങൾക്ക് എടുക്കുക. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഇതിൽ നിന്നൊന്നും ക്യാഷ് എടുക്കാതിരിക്കുക. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ നല്ല ഏജ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചിട്ട് ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചായൻ പറയുന്ന മറുപടി എന്താണെന്ന് കേട്ടു നോക്കാം. എല്ലാവരും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആതിരക്കുട്ടിയും ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ട് വീഡിയോസിൻ്റെ ഒക്കെ താഴത്ത് വന്ന കമന്റ്, എടാ ഇവിടെ സൗന്ദര്യവും പ്രായമൊന്നും അല്ലടാ, പണമാണ് മുഖ്യം. എന്നാൽ പൊന്നു പ്രിയപ്പെട്ട പൊതുജനമേ, എൻ്റെ കയ്യിൽ 10 പൈസയില്ല, പണം കണ്ടിട്ടൊന്നും അല്ല വന്നത്. എൻ്റെ സിറ്റുവേഷൻ, അതായത് ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ആ വാക്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് പ്രേമം എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് താല്പര്യമില്ല, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ ചോദിച്ചത്, നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, അത് അച്ചായനോട് ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിന് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത്. ഷോർട്ട് പീരീഡ്. അതിപ്പോ എന്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ കല്യാണം കഴിച്ച് ഞങ്ങൾ അറിയിച്ചില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് ഒത്തിരി സങ്കടം പറയണവരുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഞാൻ ഷുവർ അല്ലായിരുന്നു ഇത് എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്, നേരത്തെ ഒരുപാട് മുമ്പോട്ട് ഫ്രണ്ട്സാണ്. പരിചയമുണ്ട്. പക്ഷെ ആ ബന്ധം അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു. ഇനി അമ്മയുടെ അസുഖവും ആശുപത്രിയും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നു. ഇപ്പോൾ ഇവിടെ ഒരാളില്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അമ്മയെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരാൾ വേണമെന്നുള്ള രീതിക്ക് ഞാൻ നടക്കുന്ന കൂടിയല്ല വന്നത്. എന്തായാലും എനിക്ക് നല്ലൊരു ഉപകാരമായിരുന്നു. ഏൽപ്പിച്ചിട്ട് എനിക്ക് തോന്നിയ പോലെ പോകാൻ പറ്റിയിരുന്നു. അതായത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാതെ ഞാൻ സ്ട്രക്കായിരുന്നു ഇവിടെ. അപ്പോൾ അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇവർ തമ്മിലാണ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ ആയത്. അവരാണ്, അതാണ് ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അമ്മയാണ്. ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് അമ്മയാണെന്നാണ് പറയുന്നത്. ഈ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ആതിര കുറച്ച് നാൾ ഈ അച്ചായന്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായ ഒരു പരിചയമാണ് ഈ ആതിരയായിട്ടുള്ളത്. എന്തായാലും ആതിരയ്ക്ക് സമ്മതമായതോടുകൂടി അവർ കല്യാണവും കഴിച്ചു. ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പലരും ഏജ് കുറച്ച് കൂടുതലുള്ളതിനെയും കുറവുള്ളതിനെയും ഒക്കെ കല്യാണം കഴിക്കുന്നില്ലേ, അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ. നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കല്യാണം കഴിച്ചതെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. ആ പെൺകുട്ടിക്ക് ഒരു ജീവിതമാവുകയല്ലേ ചെയ്തത്. പക്ഷെ മെയിനായിട്ടുള്ളത് ഈ ക്യാഷിന്റെ പ്രശ്നമാണ്. അതാണ് ഇപ്പൊ വിവാദമായിട്ട് നിൽക്കുന്നത്. അതിനുള്ള സൊല്യൂഷൻ ഈ അച്ചായൻ തന്നെ കൊടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രൂഫ് കൊടുക്കുക. അതായത് എത്ര രൂപ ചെലവായെന്നും എത്ര രൂപ പിരിഞ്ഞു കിട്ടി, ചെലവായത് എത്ര, ബാലൻസ് എത്രയുണ്ട് എന്നൊക്കെ അറിയാനുള്ളത് ഈ പൈസ തന്നവർക്കുണ്ട്. ഇത്ര ആഡംബരമൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അതും ജനങ്ങൾക്ക് അറിയണം. തന്നവര് അത് വെറുതെ ഇരിക്കില്ല, അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ വായ അടപ്പിക്കണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥ പ്രൂഫുകൾ അച്ചായൻ കാണിച്ചിരിക്കണം. മാഹിം എന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പഴയ BM ഒക്കെ ശരിയാക്കി എടുത്തിട്ട് എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത, എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ, അതാണ് ഇപ്പൊ കൂടി നിങ്ങൾ കേട്ട മെസ്സേജ് പോലെ. ഞാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ട്, കല്യാണപ്പെണ്ണ് ഞാനുണ്ട്, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞപ്പോൾ അവൻ ഇവിടെ വന്നു. വന്നപ്പോൾ ജസ്റ്റ് എൻ്റെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് അവൻ്റെ വണ്ടി നമ്മുടെ ഗാരേജിൽ കയറ്റിയിട്ടിട്ട് ഹണിമൂൺ മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞാനൊരു ക്യാപ്ഷനൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇന്നലെ രാത്രി പോസ്റ്റ്. എൻ്റെ പൊന്നു മച്ചാനെ, അത് കഴിഞ്ഞിട്ട് ഈ രോദനം എന്ന് പറഞ്ഞില്ലേ, അതാണ് കമന്റ് ബോക്സിൽ മൊത്തം.